നമ്മൾ ചോളാണ് ഉണ്ടാക്കിയ കണ്ടോ നിങ്ങൾ. ഹലോ ഗൈസ്, ആയിസം പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോളാണ്. ചോള ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് എങ്ങനെ എന്താണെന്ന് അറിയില്ല. ഞാൻ മാത്രമല്ല താത്തയും കൂടെ ഉണ്ട് ഉണ്ടാക്കാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയാലും ഇത് കുളവും ഗൈസ്. ഒരു ചോളം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് രണ്ടെണ്ണം കൂടി എടുക്കാൻ വിചാരിച്ചു. ചിലപ്പോഴത്തേക്ക് ഇനിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഡ്രസ്സും അങ്ങോട്ട് വലിച്ചൂരി. അപ്പോഴാണ് നമ്മൾ ചോളത്തിന് മുടി കാണുന്നത്. അതും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ചോളത്തിന് പീസ് ആക്കിയാൽ പീസ് ആക്കാൻ കുറച്ച് നല്ല പണിയാണ് ഗൈസ്. ചോളം നമ്മൾ വേവിക്കാൻ പോണത് ഇഡലി ചെമ്പിലിട്ടിട്ടാണ് കേട്ടോ. അതായി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയും ഇതൊക്കെ നല്ല ചെറിയ പീസാക്കി അരി കേട്ടോ. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് തുറന്ന് നോക്കുക ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ചോളൊക്കെ സെറ്റായിട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്കായി. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാനും ഇത്താത്ത ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫണ്ണായിരുന്നു. ഇത്താത്തക്ക് വേണ്ടി ഇത്തിരി മുളക് പൊടിയൊക്കെ തേച്ചിട്ട് വേറെ സൈഡിൽ മാറ്റി വെച്ച്, ബാക്കി നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടും, പിന്നെ എല്ലാ പൊടികളും ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേറെ എന്തൊരു പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ടാണ് ഇത്താത്ത ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ ലെമൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച തക്കാളിയും ഉള്ളിയും പെപ്പർ അതേപോലെ തന്നെ മല്ലി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സാധനം അങ്ങനെ സെറ്റായി. അതുകൊണ്ട് തിന്നണം ഗൈസ്. കാണുന്ന ലുക്കല്ല, നല്ല ടേസ്റ്റാണ്.